എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 140. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹേക്കോങ് എന്ന ഏൻഷ്യന്റ് വേൾഡ് റാങ്കിലേക്ക് ഡ്രസ് ചെയ്യാൻ വേണ്ടി വന്ന് അവിടെ ഉള്ള എനിമീസ് എല്ലാവരും അപ്രഷറിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുവാണ്. ഷിയോയൻ മനസ്സിൽ ഇതാണല്ലേ ഏൻഷ്യന്റ് വേൾഡ് ഡ്രാഗണുകളല്ലേ ആള്, എന്ത് പവർഫുൾ ആണ്. ഡൗസോൺ എനിക്ക് ഇട്ടെങ്കിലും കാണും. ഏൻഷ്യന്റ് വേൾഡ് റാങ്ക്ലാൻ ജൂനിയേഴ്സിനെ ടോർച്ചർ ചെയ്യുന്ന നാണമില്ല എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പ്രഷർ കൂട്ടി ഇവരെ അറ്റാക്ക് ചെയ്തത് ഷിയോയിനെയൊക്കെ മുൻപ് അറ്റാക്ക് ചെയ്തവന്മാരാണ് ഈ പറയുന്നത്. ഹുവാങ്ഷുവാൻ പെട്ടെന്ന് പിറകു നിന്ന് പവർ കൊടുക്കുമ്പോൾ ഷീൽഡ് പോലെ ആക്കി, എന്നാൽ അത് നിസ്സാരമായിട്ട് പൊട്ടിച്ചു കളഞ്ഞു. സിയനെ തൊടാൻ നോക്കിയ ഈ പേര് മൂന്ന് പേര് നിനക്കൊക്കെ അടി കിട്ടണ്ടെങ്കിൽ മിണ്ടാതിരുന്നു. അനോയിങ് ആയ ബേഡ്സ് ആർക്കെങ്കിലും വല്ല പറയാനുണ്ടോ? ഹുവാങ്ഷുവാൻ അപ്പോൾ പയ്യെ അവരോട് ഇനി ആ ഫോണിക്സ് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടില്ല എന്നുറപ്പായി. ഹെയ്ക്കുങ്ങളോട് നിന്നെ വേറെ ആരെ ഇഷ്ടപ്പെടാതെ എന്ന് ചോദിക്കുമ്പോൾ ഷാഷിങ്ങിനെ കാണിച്ചു കൊടുത്തിട്ട് അയാളെ നീ ഇഷ്ടപ്പെട്ടില്ല, ആ സോൾ ഹാളിലെ മെമ്പറാണെന്ന് പറയുന്ന മുമ്പേ മുഖത്തട്ടി വീണു. അതിൽ കറങ്ങി പോവുകയാണ്, നോക്കാൻ പോലും പറ്റുന്നില്ല. നിന്നെ അടിച്ചതിന് സോൾ ഹാൾ വാറിന് വരും, എനിക്ക് പാടാ. ഫോണിക്സ് ഡ്രൈവിനോട് ഇവിടെ നിന്ന് പൊയ്ക്കോ, നമ്മുടെ ആരെങ്കിലും ഇനി തൊട്ട എന്ന് പറഞ്ഞ പിന്നെ ഫിയർ ആക്കി. അതെല്ലാം കണ്ടിട്ട് സിയ ഹാപ്പി. ഷിയോൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഡ്രൈവ് എങ്ങനെയുണ്ട്? ഹേക്കും വന്നിട്ട് സിയാനോട് എങ്ങനെയുണ്ട്? അവൾ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്രാവശ്യം ഞാൻ റിപ്പോർട്ട് ചെയ്യില്ല. ഈ പെണ്ണ് എന്ന പോലെ ആദ്യം ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ ഒരു പോർട്ടലുണ്ടാക്കി സിയാൻ പോയി ബാക്കിയുള്ളവർ അതുവഴി പോയി. അവർ പോയപ്പോൾ ഫോണിക്സ് ഡ്രൈവിനോട് നമ്മളധികം പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയില്ല. ഇനി അഥവാ എതിർക്കാനാണെങ്കിൽ ബ്ലഡ് ലൈനുള്ള അവസാന തലമുറ ഉള്ളവരെ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഇല്ലാതാക്കും, ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞ് വിരട്ടിയിട്ടാണ് പോയത്. ഹുവാങ്ഷുവാനോട് ഒരുപാട് ഡൗസനായവർ വന്നിട്ടും ആ ഫ്രൂട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല എംടി ഹാൻഡായിട്ട് തിരിച്ചു പോകണം. അവളോട് ആ ഫോണിക്സ് ബേസ്റ്റിന്റെ സ്കെൽട്ടൺ അത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ട് ഷാഷിങ് ആകട്ടെ ഷിയോനോട് പിന്നെ കലിപ്പായിട്ട് അവനെ എന്ത് വന്നാലും എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലും, ഫാളിംഗ് സ്റ്റാർ പൗലിയൻ ഇല്ലാതാകും എന്ന് പറഞ്ഞാണ് പോകുന്നത്. ലൈവ് വന്നിട്ട് നമ്മുടെ ഭാഗത്ത് എന്ത് ഹെൽപ്പും തരാം. അതിന് തിരിച്ച് നോർത്തിലെ മാസ്റ്റർ ഷിയോന്റെ ഒറ്റ അറ്റാക്കിൽ ഇഞ്ചുറി ആയത് അറിഞ്ഞു. ഈ ആൻഫെങ്ങിനെയായിരിക്കും പറയുന്നത്, അങ്ങനെ എന്തോ അല്ലായിരുന്നു അവൻ്റെ പേര്. അവളെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും അവൾ വന്നു, അവളോട് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു പോയി. ഫെങ്ക്യൂറെ ലെയിനെ റെസ്പെക്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങോട്ട് വോൾഫും ടൈഗർ സെറ്റിലുള്ളവരെ വരുമ്പോൾ ഇനി എന്താണ് വാ പോകാം എന്ന് പറഞ്ഞ് പോയി. ഫെങ്ക്യൂറിനോട് ഡീപ് സെർപ്പന്റ് സ്നേക്ക് ട്രൈബ് അവരുടെ ആ മിസ്റ്റീരിയസ് ആയ പേഴ്സൺ അത് ഷിയോന്റെ കൂടെ ഉണ്ട്, അവരിപ്പോൾ ഫാളിംഗ് സ്റ്റാർ പൗലിയിലാണ് എന്ന് പറയാനായിട്ട് പറഞ്ഞിട്ട് ഞാൻ അവർ ഷിയോനെ ലക്ഷ്യമിക്കും. എന്തിനായാലും അതങ്ങനെ പോയി. അതിന്റെ പുറത്ത് എൽഡർഹു ഇരിക്കുമ്പോൾ സ്ട്രോങ് അവർ പോർട്ടിൽ തുറന്ന് ഷിയോന് കൂട്ടിലെത്തി. അവൻ വന്നതുകൊണ്ട് യങ് മാസ്റ്റർ വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വരികയാണ്. ഷിയോൻ ഹെയ്ക്കിങ്ങിനോട് നന്ദി പറയുന്നുണ്ട്, ഹെൽപ്പ് ചെയ്തതിന്. സിയാൻ നമ്മുടെ ട്രൈബിലെ വലിയ സ്റ്റാറ്റസ് ഉള്ളതാണ്, അവളെ നോക്കി എന്നെ തിരിച്ചാണ് പറയുന്നത്. അവൾ എൻ്റെ ലിറ്റിൽ സിസ്റ്ററാണ്. സിയ അവരുടെ പേരൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി. ഒരാളെ വിളിച്ച് എന്നെ പറഞ്ഞില്ല, നീ പറയടേ അത്ര കണക്കി എന്ന് പറയുമ്പോൾ അവന് പറയാൻ തുടങ്ങി. ടാൻസൻ ഹെയ്ക്കിങ്ങിനോട് ഏൻഷ്യന്റ് വേൾഡ് ഡ്രാഗണുകളുടെ എൽഡറിനെ കാണാൻ പറ്റിയതിൽ സന്തോഷം. ഷിയോനോട് നമ്മൾ പോകുന്നു, അവന് നന്ദി ഉണ്ടെന്ന് പറയാണ് ഹെൽപ്പ് ചെയ്തതിന്. ടാങ് ഹോണറും ഷിയോനോട് പിന്നൊരു ദിവസം വേണമെങ്കിൽ പോയും വാലിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അവരങ്ങനെ നടന്ന് പോയി. ഷിയോനോട് ഷിയോ ഫാമിലെ ടോപ്പ് 8 ബെസ്റ്റ് ആയ ഏൻഷ്യന്റ് ക്ലാൻ ആയിരുന്നു, എന്നാൽ അത് ഇല്ലാതായി. എങ്കിലും ഷിയോശുവൻ പറഞ്ഞതുപോലെ ഗ്രേറ്റ് സക്സസറായ ആള് വരുമെന്ന് പറഞ്ഞിരുന്നു. ഷിയോശുവന ആരാണ് എന്നാൽ അത് നീ വഴിയെ മനസ്സിലാക്കും എന്ന് പറയുകയാണ്. അതാരെന്ന് പിന്നെ പറഞ്ഞില്ല. സിയനോട് ഡ്രാഗൺ ഐലൻഡിലേക്ക് വരാനായിട്ട് വിളിക്കുന്നു, എന്നാൽ സിയൻ വരുന്നില്ല. ഇത് അവരുടെ ഓർഡറാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി, അത് മാറ്റണം, അത് കൈമാറണം. അവൾക്ക് വരില്ല എന്ന് ഇന്ന രീതിയിൽ പറഞ്ഞിട്ട് ഷിയോന്റെ പിറകിൽ പോയി. അവളോട് നിനക്ക് ഷിയോനെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നാൽ നിന്റെ ലെഗസി നോക്കണം, നിന്റെ സ്ട്രെങ്ത് അത് കൂട്ടിയാൽ മാത്രമേ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. നിന്റെ സ്ട്രെങ്ത് ഫുള്ള് കിട്ടിയാൽ പിന്നെ ആരും തടയില്ല. അവൾക്ക് സങ്കടമുണ്ട്, എങ്കിലും നീ ജയിച്ചു, ഞാൻ വരാം. ഈശാൻ അവളോട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഷിയോനെ പിൽസായി കൊടുത്ത് എനിക്ക് നിങ്ങളെ വിട്ട് പോകണ്ട എന്നാണ് ആഗ്രഹം. അതിന് നിന്റെ ലെഗസി കംപ്ലീറ്റ് ആയാൽ നമ്മളെ തേടുക. അവള് പിന്നെ സാടൊക്കെ മാറ്റിയിട്ട് ഞാൻ സ്ട്രോങ് ആകും, നിങ്ങൾ സ്ട്രോങ് ആണ്, പിന്നെ എനിക്ക് ഒരുപാട് പിൽസ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഷെയ്ക്കിങ് ഷോങ്ങിനോട് കൂടെ വരാനായിട്ട് വിളിക്കുകയാണ്. ഏൻഷ്യന്റ് ഡ്രാഗൺ ബിയർ നമ്മുടെ ട്രൈബുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഡ്രാഗൺ ഐലൻഡിലേക്ക് വന്നാൽ നിനക്ക് ഉപകാരമാകും. അവന് ഹാപ്പി ആയിട്ട് പോകുന്നു. ഷിയോനോട് സോൾ ഹാള് വെറുതെ വിടില്ല സൂക്ഷിക്കാനായിട്ട് പറയുമ്പോൾ അവൻ്റെ അച്ഛൻ അവരുടെ കയ്യിലാണ്, അതിൻ്റെ സോൾ ഹാള് അവരെ എതിർത്തേ മതിയാകൂ. അവരോട് ഭയം പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ സിയാൻ ഷോങ് ഇനി അങ്ങോട്ട് ഷിയോന്റെ കൂടെ കാണില്ല എന്നത് മനസ്സിലായി. അവരുടെ സോൾ ഒറിജിൻ ഫ്രൂട്ട് കിട്ടി, ഇനി പോകാം. എൽഡർഹും ബാക്കിയുള്ളവരും ഗാദർ ചെയ്ത് വരാനായിട്ട് പറയുന്നുണ്ട്. സെർപ്പന്റ് ഡ്രൈവിനുള്ളവർ പോകുമ്പോഴാണ് ഫെങ്ക്യൂമാരോട് നൽകുന്നത്. അവരുടെ ടെറിട്ടറിയിലേക്ക് എന്തോ ധൈര്യമായിട്ട് വരാൻ എന്ന് പറയുമ്പോൾ അവളുടെ അവർ അതൊക്കെ ഫോണിക്സ് ഡ്രൈവിലാണെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ ഒന്നും ചെയ്യാൻ വന്നല്ല, ഒരു ഇൻഫർമേഷൻ തരാൻ വന്നതാണ്. അവരെങ്ങനെ വിശ്വസിക്കുന്നത് ചോദിക്കുമ്പോൾ അത് എന്തോ ചെയ്തു. നിങ്ങളുടെ ട്രൈബിൽ നിന്ന് കാണാതെ പോകുന്ന ആൾക്കാർ ആ മിസ്റ്റീരിയസ് പേഴ്സൺ അതാരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവർ ഫാളിംഗ് സ്റ്റാർ പൗലിയൻ്റെ ഷിയോന്റെ കൂടെയാണുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഫാളിംഗ് സ്റ്റാർ പൗലിയാണ്
അസ്റ്റനോട് അവർക്കറിയാവുന്ന ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്ത് കൂടെ കൂട്ടി യാവച്ചന്റെ സ്ട്രെങ്ത് പഴയതുപോലെ ആക്കിയ ഫാളിംഗ് സ്റ്റാർ ബോലിയിലെ ഗസ്റ്റ് എൽഡറായിട്ട് വരണം. മാസ്റ്ററും ഓക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്ട്രെങ്ത് പീക്ക് ലെവലിൽ എത്തിയാൽ സോളുകളല്ല ആരെയും പ്രൊട്ടക്ഷൻ അത് സ്ട്രോങ് ആകും. ചെയ്യാൻ ബീസ്റ്റ് റേജിലെത്തി എന്നറിഞ്ഞു അവർക്ക് ആ സോൾ ഒറിജിൻ ഫ്രൂട്ട് കിട്ടിയത് എന്നാണ് ഒരുപാട് പേര് വരുന്നതിൻ്റെ അതിന് മാസ്റ്റർ ഉറപ്പുണ്ട്. അവനത് നേടിയെടുക്കും. ശിവൻ വരുന്നെന്ന് അവർക്ക് മനസ്സിലാക്കി പുറത്തേക്ക് പോകുന്നു. ശിവൻ വരുന്നുണ്ട്, അവരെ കണ്ട് അടുത്തേക്ക് വന്നു. ഓക്കേലേ അവനും അതേന്ന് പറഞ്ഞിട്ട് ആ സോൾ ഒറിജിൻ ഫ്രൂട്ട് കിട്ടിയത് പറയാണ്. നല്ലത് അകത്തേക്ക് പോകും എന്ന് പറഞ്ഞ അകത്തേക്ക് എന്നിട്ട് അവനത് പുറത്തെടുക്കുന്നു. മാസ്റ്ററിന്റെ എല്ലാ പ്രതീക്ഷയും ലൈഫ് തന്നെ കാണുന്നത് അതാണ്. ഒരുപാട് ഹാപ്പി ആയിട്ട് ഗോൾഡൻ ഫ്രൂട്ടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അത് തന്നെയാണ് കിട്ടിയത്. മാക്സിമം സ്ട്രെങ്ത് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. നീ ഒരുപാട് കഷ്ടപ്പെട്ടു. അവരുടെ നന്ദി വരുമ്പോൾ ശിവൻ നമ്മുടെ ഫ്രണ്ടാണ്, പരസ്പരം ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ സിമ്പിളാണ് എന്ന രീതിയിൽ ടൈം പോവും. ശിവനോട് നിന്റെ അച്ഛൻ ഇപ്പോൾ നിന്നെ കണ്ടിരുന്നെങ്കിൽ പ്രൗഡായിട്ട് തോന്നിയതിന് നീ ഒരുപാട് സ്ട്രോങ് ആയി. അവൻ ആ മെമ്മറി എല്ലാം ഓർത്തിട്ട് അവൻ്റെ അച്ഛൻ സെൻട്രൽ പ്ലേയിലെ എവിടെയാണ് സോൾ ഹാൾ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് അറിയൂ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, സോൾ ഹാൾ നീ കരുതുന്ന പോലെയല്ല, ഇപ്പോൾ കണ്ടതെല്ലാം സോൾ ഹാളിന് പുറമെയുള്ളതാണ്. അണ്ടർഗ്രൗണ്ടിൽ അവർ ഡീപ്പാണ്. അവർ വളരെ മിസ്റ്ററിയാണ്. അതിനർത്ഥം അവർക്ക് വേറെ ഫോഴ്സ് ഉണ്ടെന്നാണ്. അത് ഇവരുടെ പവർ മിസ്റ്റീരിയസ് ആയ ഹുൻ ക്ലാനുകളാണ്. അത് ഏൻഷ്യന്റ് ടൈമിൽ തന്നെ ഇല്ലാതായതില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഏത് ഹുൻ ക്ലാൻ ആയാലും അവൻ്റെ അച്ഛനെ രക്ഷിക്കും എന്ന് വാക്കൊടുത്ത് പേടിക്കേണ്ട ഞാനും കാണും എൻ്റെ ലൈഫ് കൊടുത്തായാലും. അപ്പോഴാണ് ഷിംഗ്ലിനെ എന്തോ പറ്റുന്നത്. അവൾ മയങ്ങിയാണ്. ഇത് പൈത്തൺ ഹാർട്ട് എറോഡിങ് പോയിസൻ്റെ ആണ്. അത് മനസ്സിലാക്കിയിട്ട് അവളെ കൊണ്ടുപോയി. അതിനുശേഷം അവളെ ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് ഇഷ്യൻ്റെ ഹെൽപ്പോടെ അവൾ ലിക്വിഡ് പോലെ എന്തോ ഉണ്ടാക്കി ആ മോൺസ്റ്റർ പില്ല് അതിൽ നിന്ന് എസൻസ് എടുത്ത് ബ്ലഡ് എസൻസ് അതിൽ നിന്ന് പിൽസിലേക്ക് കൊടുത്തു. അതിന് കുടിച്ചേർത്തവിടെ അതിനെന്തൊക്കെയോ മാറ്റം വരാനായിട്ട് തുടങ്ങി. പിന്നെ റെഡ് ഫ്ലെയിം കൂടി യൂസ് ചെയ്ത് അവളെ ഹീൽ ചെയ്യുകയാണ്. അതോടെ അവളുടെ ഉള്ളിലെ അയറോട്ടിക് പോയിസൺ പയ്യെ പയ്യെ ഇല്ലാതാകാൻ തുടങ്ങി, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ആകാൻ തുടങ്ങി. അതുകൊണ്ട് ചെയ്യാൻ മോൺസ്റ്റർ പില്ലിൽ നിന്നും ബ്ലഡ് എസൻസ് ഉള്ളതുകൊണ്ട് തന്നെ പോയിസൺ പെട്ടെന്ന് തന്നെ ന്യൂട്രലൈസ് ആകുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിയും. എങ്കിലും ഹെർബലിസൊക്കെ ഇട്ട് പെട്ടെന്ന് അത് തീർക്കാനായിട്ട് നോക്കുന്നുണ്ട്. ദിവസം കുറച്ച് കടന്നുപോയി. അവളുടെ ഉള്ളിൽ ആൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് ജയിനായിട്ട് തുടങ്ങുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കുന്നത്. അവളുടെ ട്രിപ്പിൾ സൈഡ് അതിനെന്തോ പറ്റുന്നുണ്ട്. ശിവൻ കണ്ടിട്ട് വളരെ സ്ട്രേഞ്ചായി ഡൗക്കിയാണല്ലോ. അവളാണ് അവളുടെ ആ പവർ അത് പുറത്തു വരുന്നത്. ശിവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി നോക്കുമ്പോൾ അവളുടെ പിറകിലായിട്ട് ഒരുപാട് സ്നേക്ക് എന്തെന്ന് മനസ്സിലായി. ഇത് അതല്ലേ എന്ന് പറയണ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാവുന്ന അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.